ഇതൊരു ചന്ദനമരമാണ്, ചന്ദനമരത്തൈയാണ്. നട്ടിട്ടൊരു 5-6 വർഷത്തോളം കാലമായി. ചന്ദനം ഏറെ പ്രത്യേകതകളുള്ള ഒരു മരമാണ്. അതായത് ഇതൊരു അർദ്ധ പരാത സസ്യമാണ്. അതായത് മറ്റ് സസ്യങ്ങളുടെ വേരിൽ നിന്നുകൂടി മൂലകങ്ങൾ എടുത്താണ് അത് വളരുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടല്ല. പക്ഷേ ചില മൂലകങ്ങൾ, ഇപ്പോൾ മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയുള്ള മൂലകങ്ങൾ മറ്റ് സസ്യങ്ങളുടെ വേരിൽ നിന്നുകൂടിയാണ് എടുക്കുന്നത്. ഇത് അപ്പോൾ നമ്മൾ ഈ ചന്ദനം നട്ട് വളർത്തി വലുതാക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ സസ്യങ്ങളുടെ കൂടിക്കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ നടേണ്ടതായിട്ടുണ്ട്. അതതിൻ്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഈ പൊന്നാങ്കണ്ണി ചീരയില്ലേ, ചെറുത്, അങ്ങനെ പൊന്നാങ്കണ്ണി ചീര, തൊട്ടാവാടി, അതുപോലെ അടുത്തായിട്ടൊരു തുവരച്ചെടി, ഇതൊക്കെ തന്നെ മതിയാവും. പക്ഷേ ഒരു വർഷം കൂടെയൊക്കെ വളർച്ചയായി കഴിയുമ്പോഴത്തേനും ശീമക്കൊന്ന, അതുപോലെ തന്നെ നെല്ലി, പേര, അതുപോലെ തന്നെ ഇല്ലി, പിന്നെ കണിക്കൊന്ന, ഇതൊക്കെ അതിൻ്റെ സ്പീഷീസിൽ പെട്ടതാണ്. ആ പരിസരത്ത് അതൊക്കെ വേണം, എങ്കിലേ സമൃദ്ധമായിട്ട് വളരുകയുള്ളൂ. അതുപോലെ ഉങ്ങ് ഇതിൻ്റെ ഒരു ഇതാണ്. ഇതുകൊണ്ട് ഈ നിൽക്കുന്ന ഒരു കണിക്കൊന്ന മരമാണ് ആ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒരു ഉങ്ങ് മരമാണ്. അതൊക്കെ ഇതിൻ്റെ ഹോസ്റ്റാണ്. ഇതിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ല സൂര്യപ്രകാശമാണ് വേണ്ടത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ അത് സമൃദ്ധമായിട്ട് വളരുകയുള്ളൂ. നല്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 20 വർഷം കൊണ്ട് ഏറെക്കുറെ നമുക്കത് മുറിക്കാനുള്ള ഒരു വണ്ണമൊക്കെ ആകും. അതായത് ഒരു 20-25 വർഷമായി നന്നായത് കുറച്ചും കൂടെ ഒരു 50 സെൻറ്റിമീറ്റർ ചുറ്റുവണ്ണം വരണം ഇതിൻ്റെ നെഞ്ചുയരത്തിൽ. ഇതിപ്പോൾ 2 ശിഖരങ്ങളായി പോയതുകൊണ്ട് അത് അത്ര ഇപ്പോൾ ഇല്ല. അത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഒറ്റത്തടിയായിട്ട് വേണം നമ്മളിത് വളർത്തുവാൻ. ഒറ്റത്തടിയായിട്ട് വളർത്തി കഴിഞ്ഞ് നെഞ്ചുയരത്തിൽ 50 സെൻറ്റിമീറ്റർ ചുറ്റുവണ്ണം ആയാൽ പിന്നെ അത് മുറിക്കാറായെന്നുള്ളതാണ് അതിൻ്റെ ഇതൊരു 10 സെൻറ്റിമീറ്ററോ വല്ലതും ഒക്കെ ഇതിനായിട്ടുള്ളൂ. പിന്നെ ഇത് നടൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ, നമ്മുടെ പശ്ചിമഘട്ടനാട് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലെ മണ്ണും അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് പരിസ്ഥിതിയെല്ലാം നമ്മുടെ ഈ ചന്ദനകൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. അത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളല്ലാതെ, എന്നാൽ ഹൈ റേഞ്ച് പോലെയുള്ള മൂന്നാർ പോലെയുള്ള വലിയ ഉയരം കൂടിയ സ്ഥലങ്ങളല്ലാതെ ഇടനാട്ടിലും ബാക്കി എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് ഈ ചന്ദനം കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകലം എന്ന് പറയുന്നത് 2 ചെടികൾ തമ്മിലൊരു 8-9 അടി അകലം ധാരാളം മതിയാവും. അത് ഒരു 3 മീറ്റർ അകലത്തിൽ നമുക്ക് കുഴികൾ കുത്തി നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിന് അനുയോജ്യമായൊരു സമയമാണ് മെയ് മാസത്തിൽ നമ്മൾ കുഴികൾ കുത്തിയിടുക. ആ കുഴിക്കകത്ത് കുറച്ച് ആട്ടുംകാഷ്ടം, അതുപോലെ കുറച്ച് വേപ്പൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് അഴുകിപ്പൊടിഞ്ഞ കരിയില, ഇതൊക്കെ അതിനകത്തൊരു അടിവളമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുതുമഴയൊക്കെ പെയ്ത് ഒരു മാസം കഴിയുമ്പോഴത്തേനും ആ കുഴി ഒന്ന് പരുവപ്പെടുമല്ലോ. പരുവപ്പെട്ട് കഴിയുമ്പോൾ മേൽമണ്ണ് വെട്ടിയിട്ട് ആ കുഴി അങ്ങ് മൂടുക. പിന്നെ മൂടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം, ഒരു 2-3 ഇഞ്ച് പൊക്കി വെച്ചേക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കരുത്. അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മൂടിയ കുഴിയിലേക്ക് ഈ പറഞ്ഞ ഹോസ്റ്റായിട്ട് വേണ്ട സസ്യങ്ങൾ, പൊന്നാങ്കണ്ണി ചീരയും അതുപോലെ തന്നെ വൻപയർ ഉണ്ടെങ്കിൽ വൻപയർ, അതല്ലെങ്കിൽ തൊട്ടാവാടി, ഇതൊക്കെ അങ്ങ് നട്ടേക്കുക. നട്ട് കഴിഞ്ഞതിനൊക്കെ ശേഷം ഏറ്റവും നല്ല തൈ കിട്ടുന്നിടത്തുനിന്ന്, ഇപ്പോൾ മറയൂർ ഉൽപ്പാദിപ്പിക്കുന്ന തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിത്ത് കളക്ട് ചെയ്ത്, നല്ല ഇനം പ്രായത്തിലുള്ള മരങ്ങളുടെ വിത്ത് കളക്ട് ചെയ്ത് അത് ആണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ട്. അത് നമുക്ക് കൊറിയറായിട്ട് വേണേൽ വാങ്ങിക്കാം, വിത്തുകൾ വേണേൽ വാങ്ങിക്കാം. പക്ഷേ വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ആക്കി വരാൻ പിന്നെ താമസം വരും. അപ്പോൾ തൈകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരടി പൊക്കമായ തൈകളാണ് നമ്മൾ വെക്കേണ്ടത്. നല്ല കരുത്തുള്ള തൈകളാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൂടിയിട്ടേക്കുന്ന കുഴിയുടെ നടുക്ക് ഒരു പിള്ളക്കുഴി എടുത്ത് ആ കുഴിയിലേക്ക് ഈ തൈകൾ വെക്കുക. വെച്ചാൽ അപ്പം തന്നെ ഒരു ടാങ്ക് കെട്ടി കൊടുത്തോണം. അതിൽ പിന്നെ കാറ്റത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൊലയരുത്. പിന്നെ അതിന് ചുറ്റുവേലി വേണ്ട സ്ഥലമാണ് എങ്കിൽ ചുറ്റുവേലി ഇങ്ങനെ കൂടിക്കൊണ്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ രാസവളോ കീടനാശിനിയോ ഒന്നും നമുക്കിതിന് വേണ്ട. ഏറ്റവും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ 1-2 വർഷം കുറച്ച് ജലസേചനം നടത്തണം വേനൽക്കാലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വളർന്നുകൊള്ളും. പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നമുക്ക് അത് ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് ശീമക്കൊന്ന നട്ടിട്ട് വേണമെങ്കിൽ അതേ കൊടിയിടാം. അതിന് കുഴപ്പമില്ല, ഏതോ ഒരുപാട് വളരുന്നല്ലോ. പക്ഷേ എന്ത് തന്നെ നട്ടാലും ഈ അതിൻ്റെ ശിഖരം വന്നിട്ട് ഇതിൻ്റെ പിന്നെ മൂടിക്കളയരുത്. നല്ല സൂര്യപ്രകാശം എപ്പോഴും ഇതിന് ചോട്ടി കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 15-20 വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഇതിനെ വളർത്തിക്കൊണ്ട് വരുവാൻ കഴിയും. ഇന്നിപ്പം നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ചന്ദനക്കൃഷി ശരിക്കും ആരംഭിച്ചു കഴിഞ്ഞു. ഈ അടുത്ത കാലത്തെ നിയമങ്ങൾ, അതായത് 2012 ഫോറസ്റ്റ് ആക്ട് ആൻഡ് റൂൾസാണ് ഇപ്പം നമുക്ക് നിലവിൽ നിൽക്കുന്നത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് സർക്കാർ കുറച്ചുകൂടെ കൃഷി ഉദാരമാക്കുന്നതിന് വേണ്ടിയിട്ട്, ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറയൂരത്തെ തൈകളാണെങ്കിൽ തന്നെ 100 രൂപ വിലയുള്ള തൈകൾ 75 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മറയൂരത്തെ ഏറ്റവും നല്ല തൈകൾ. അതുപോലെ തന്നെ മറ്റ് നഴ്സറികളും തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ അങ്ങനെ.
പിന്നെ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതിൻ്റെ ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ സന്ദേശങ്ങൾ എത്തുക എന്നുള്ളതാണ്. കാരണം ആൾക്കാർക്കെല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് ഇതെന്തോ ചന്ദനതരം മുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരി, അത് ഒരു അളവ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നേരിട്ട് മുറിക്കാൻ പാടില്ല. നമ്മൾ മുറിക്കരുതെന്നാണ് നിയമം. നമ്മൾ നേരിട്ട് മുറിക്കുന്നത് കുറ്റകരമാണ്. ആർക്കും കൃഷി ചെയ്യാൻ ഒരു തടസ്സമില്ല. പക്ഷേ അത് മുറിക്കേണ്ട സമയം വരുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം തേടിയേക്കുക. സഹായം തേടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് അതിൻ്റെ പൈസ നമുക്ക് കിട്ടും. ഇതിൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചന്ദനം നട്ട് വളർത്തി ഒരു നെഞ്ചുയർത്തി ഒരു 50 സെൻറ്റിമീറ്റർ ചുറ്റുവണ്ണമാകുന്നൊരു ഘട്ടം. ഇനി അതുമല്ല, അല്പം കൂടെ ചുറ്റുവണ്ണം കുറവാണെങ്കിൽ തന്നെയും നമുക്ക് ആ നട്ട സ്ഥലത്ത് ഒരു ഗേറ്റ് പണിയണം. അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എടുപ്പുകൾ നമുക്ക് എന്തെങ്കിലും പണിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മൾ അത് വനം വകുപ്പിന് ഒരു അപേക്ഷ കൊടുക്കുക. ഇതേ എൻ്റെ മരം ഞാനിങ്ങനെ നട്ട് വളർത്തി, എൻ്റെ പട്ടയ സ്ഥലത്ത് നട്ട് വളർത്തി ചന്ദന മരം, അതിങ്ങനെ അവിടെ എനിക്ക് പണിയേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ വനം വകുപ്പിലേക്ക് നമ്മൾ നിങ്ങളുടെ ഏത് ഏരിയയിലാണോ താമസിക്കുന്നത് അവിടുത്തെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നമ്മൾ ഒരു വെള്ളക്കടലാസിൻ്റെ അപേക്ഷ കൊടുക്കുക. അദ്ദേഹം അതിൻ്റെ തുടർ നടപടിക്രമം എന്ന നിലയ്ക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ, അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിട്ട് അത് പരിശോധിപ്പിച്ച് അവരുടെ റിപ്പോർട്ടും പ്രകാരം പിന്നെ ഒരു കമ്മിറ്റിയെ വയ്ക്കും, ഒരു ട്രീ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്, തഹസിൽദാർ, അതുപോലെ കൃഷി ഓഫീസർ വരും, പിന്നെ സോഷ്യൽ ഫോറസ്റ്റ് അസിസ്റ്റൻ്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ചേർന്ന് വന്നു. നമ്മളെയും ചേർത്ത് അത് പരിശോധന നടത്തിയതിന് ശേഷം ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കി, നമ്മളെയും കൂടെ കൂട്ടിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി DFOയ്ക്ക് സമർപ്പിക്കുന്നു. അത് പരിശോധിച്ചിട്ട് DFO മുറിക്കാൻ ഉത്തരവിടുന്നു. DFOയ്ക്കാണ് മുറിക്കാൻ ഉത്തരവിടാനുള്ള അധികാരം. മുറിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ അതിൻ്റെ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നടത്തിക്കൊള്ളും. അത് മറയൂർ ഡിപ്പോയിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മളിത് ഇവിടുന്ന് മുറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിക്കുന്നത് പച്ചച്ചന്ദനം മുറിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ മുറിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവന ഭീഷണിയാകുന്നതോ അതല്ലെങ്കിൽ മറ്റേ നമ്മുടെ വസ്തുക്കൾക്ക് ഭീഷണിയാകുന്ന മരമാണെങ്കിലോ അതല്ലെങ്കിൽ ഇനി പിടന്നു വീണ മരമാണെങ്കിലോ അല്ലെങ്കിൽ ഉണങ്ങിയ മരമാണെങ്കിലോ അല്ലെങ്കിൽ തക്കതായ ഒരു ആവശ്യം നമുക്കുണ്ടോ എങ്കിലും പച്ച ചന്ദനമരം മുറിക്കും. അങ്ങനെ മുറിച്ചുകൊണ്ട് പോകുന്ന ചന്ദനമരം മറയൂർ കൊണ്ടുപോയി അത് സ്വാഭാവികമായിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കാലം അവിടെ വയ്ക്കും. ഏതാണ്ട് ഒരു 6 മാസക്കാലം കൊണ്ട് അത് കൃത്യമായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ചെത്തി ഉരുമി അത് ലേലത്തിലേക്ക് പിന്നെ കടക്കുന്നത്. പിന്നെ അടുത്ത ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അടുത്ത ലേലത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കേരളത്തിൽ എവിടെ വെച്ചിട്ടുള്ള ചന്ദനമരമാണെങ്കിൽ തന്നെയും മറയൂർ ചന്ദനത്തിൻ്റെ അതേ വിലയാണ് നമ്മുടെ ചന്ദനത്തിനും കിട്ടുക. അല്ലാതെ അതിനകത്ത് വേറൊരു തിരിവൊന്നുമില്ല. ഇതിൻ്റെ നടപടിക്രമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ഇതിന് ചന്ദനത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നിശ്ചയിച്ചത്. അത് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നപ്പോഴും അവരത് അങ്ങോട്ട് പിന്തുടരുകയായിരുന്നു. അത് തന്നെയാണ് നമുക്കിപ്പോഴും പിന്തുടരുന്നത്. ചന്ദനം മുറിക്കുന്ന ഒരു പ്രൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുവടെ മുറിക്കുകയല്ല, അത് വേരോടെ പിഴുതെടുക്കുകയാണ്. വേരോടെ മണ്ണ് മാന്തി വേരോടെ പിഴുത് മറിച്ച് കഴിഞ്ഞതിന് ശേഷം വേരേന്ന് പോയ വേരും ശിഖരത്തേന്ന് പോയ ശിഖരങ്ങളും വരെ ഇത് നമ്മൾ കളക്ട് ചെയ്യും. അതായത് ഒരു ശിഖരം മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് കാതിലുണ്ടെങ്കിൽ അതുവരെ നമ്മൾ കളക്ട് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അതുപോലെ മുറിക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറ്റി അങ്ങോട്ട് മുറിക്കും. കുറ്റി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ മീറ്റർ കഷ്ണങ്ങളാണ് ആക്കുക. അത് തായ്തടിയും അതുപോലെ തന്നെ ശിഖരങ്ങളും ആയിട്ട് ആ ഓരോ കുറ്റിക്കും അതുപോലെ തന്നെ തായ്തടിക്കും അതിൻ്റെ ശിഖരങ്ങൾക്കും എല്ലാം പ്രത്യേക കോഡ് നമ്പർ അവിടെ രേഖപ്പെടുത്തും. അത് അവരുടെ ബുക്കിലും രേഖപ്പെടുത്തും. ആ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റേ വേരിനാണ് എങ്കിൽ R എന്ന് പറഞ്ഞിടും. എന്ന് പറഞ്ഞാൽ ഇത്ര മരത്തിൻ്റെ റൂട്ട് ഇത്ര അങ്ങനെ. നമ്മുടെ ഭാരതത്തിൽ ഏതാണ്ട് 11 സംസ്ഥാനങ്ങളിൽ ചന്ദനമുണ്ട്. അതിനകത്ത് പക്ഷേ എങ്കിൽ പോലും ആകെയുള്ള ഏതാണ്ട് 9000 ചതുരശ്ര കിലോമീറ്റർ മേഖലയിലാണ് നമുക്ക് ചന്ദനമുള്ളത്. അതിനകത്ത് ആകെയുള്ളതിൻ്റെ 80% ദക്ഷിണേന്ത്യ തന്നെയാണ്. അതായത് മറ്റേ തമിഴ്നാട്, കർണാടക, കേരളം, അങ്ങനെ 3 സംസ്ഥാനങ്ങളിലായിട്ട്. അതിൽ തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് ഏറ്റവും കൂടുതൽ ചന്ദനമരം ഉള്ളത്. പണ്ട് 2005 അവിടെ പുതിയൊരു നിയമം ഒന്ന് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയൂരല്ല തമിഴ്നാട്ടിലും കർണാടകത്തിലും ആർക്കും എവിടെ വേണമെങ്കിലും ചന്ദനം കൃഷി ചെയ്യാൻ വേണ്ടി സർക്കാർ അനുവാദം കൊടുത്തു. അങ്ങനെ ചന്ദനം ആൾക്കാർ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മുറിക്കാൻ അവകാശമില്ല. പക്ഷേ അത് മുറിക്കേണ്ട സമയമാകുമ്പോൾ സർക്കാർ ഒരു ഏജൻസിയും വെച്ചു. ആ ഏജൻസി അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലേലത്തിൽ വെച്ച് അവരുടെ അനുസൃതമായ പൈസ അവരുടെ കയ്യിലേക്ക് കൊടുക്കും. കുറച്ചും കൂടെ എളുപ്പമാണ് അവിടെ കാര്യങ്ങൾ. ഇവിടെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് സർക്കാർ നിയമം മാറ്റി വന്നേക്കുന്നത് നമുക്ക് ഏറെ അനുയോജ്യമായിട്ട് വരും. ഞാനിപ്പോൾ 2012 നിയമം കൊണ്ട് പോയിട്ട് പോലും അത് അന്നൊരു പരിചയക്കുറവും പിന്നെ ആ കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെ പറ്റി ഒരു പരിചയക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ വന്നൊരു കാലതാമസം അല്ലാണ്ട് വേറെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഞാനൊരു വനംവകുപ്പ് ഉദ്യോഗസ്ഥത്തിൽ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ മറയൂർ ജോലി ചെയ്തപ്പോൾ ചന്ദനം ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അത് ഏറെ ബുദ്ധിമുട്ടുണ്ടായി വന്നില്ല. ചന്ദനം നമ്മുടെ ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിലുണ്ട് എങ്കിലും മഹാഭൂരിപക്ഷവും നമ്മുടെ മൈസൂർ, തമിഴ്നാട്, കർണാടക ഇങ്ങനെ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും ചന്ദനം വരുന്നത്. അവിടെ നമുക്ക് ഭാരതത്തിൽ ഒരു വർഷം 10,000 ടണ്ണോളം ചന്ദനത്തിൻ്റെ ആവശ്യമുണ്ട്.
പക്ഷേ അതിനകത്ത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വെറും 3000 ടണ്ണ് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇന്ന് ലോക വിപണിയുടെ ഏതാണ്ട് 60% കൈയടക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. അവിടെ ആയിരക്കണക്കിന് ഹെക്ടർ എന്ന് പറഞ്ഞ പോലെ സ്ഥലത്ത് ചന്ദനം പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അത് അവിടെ പ്ലാന്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സൻഡാലോ ആൽബം തന്നെയാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല ചന്ദനം നമ്മുടെ ഭാരതത്തിലുള്ള സൻഡാലോ ആൽബം തന്നെയാണ്. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടൻ്റ് ഉള്ളത്. നമുക്ക് സ്വന്തമായിട്ട് ഈ ചന്ദനം വാങ്ങാൻ പറ്റുമോ, അതല്ലെങ്കിൽ എവിടെയാണ്, എങ്ങനെയാണ് അതിൻ്റെ നിയമവശങ്ങൾ, അതേപ്പറ്റി പറയാം. അതായത് മറയൂർ ഈ ഓൺലൈൻ ലേലത്തിൽ നമുക്ക് ആർക്കും പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അവിടെ ചെറിയ ലോട്ടുകളുമുണ്ട്. ഇപ്പോൾ ക്ഷേത്രാചാരങ്ങൾക്കൊക്കെ അവർ ചന്ദനം കൂടുതലും നമ്മുടെ ഇവിടെ ക്ഷേത്രാചാരങ്ങൾക്ക്, പിന്നെ കൊത്തുപണികൾക്ക്, ചന്ദന തൈലം ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കാണ്. പിന്നെ ആയുർവേദ ഔഷധത്തിലെ ഔഷധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദനം ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമുക്ക് 1 കിലോ ചന്ദനവും 100 മില്ലി തൈലവും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാം. അതിന് ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ ഇപ്പം നമ്മുടെ ഡിപ്പോകളിൽ, സർക്കാർ തടി ഡിപ്പോകളിൽ ഇത് നമുക്ക് ചെന്ന വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ ബില്ലും കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മുടെ എറണാകുളം ജില്ല പറയുകയാണെങ്കിൽ വീട്ടൂരുണ്ട്, അതുപോലെ തന്നെ മറ്റേ കണ്ണൂർ, അങ്ങനെ എല്ലാ ജില്ലകളിലും സർക്കാർ തടി ഡിപ്പോകളിലാണിത് നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കുക.